എന്നിട്ട് അച്ഛൻ പറഞ്ഞ്, പൂർണിമേ, നീ സംസാരിക്കുന്നതിൽ ഒന്നും ശരിയില്ല കേട്ടോ എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ ഇങ്ങോട്ട് പറഞ്ഞു, എന്ത് ശരിയില്ലെന്നാ മാമൻ പറയുന്നത്? അനുഭവിച്ചത് ഞാനാ, മാമനല്ല. അതുകൊണ്ട് മാമനക്ക് എന്തും പറയാം. ഓൻ്റെ അടുത്തുനിന്ന് ചവിട്ടും തള്ളും കിട്ടിയത് എനിക്കാ. ഇവൻ കള്ളും കുടിച്ച് വന്നിട്ട് എന്നെ എത്രമാത്രം വേദനയാക്കിയിട്ടുണ്ടെന്ന് മാമനറിയോ എന്ന് പൂർണിമ ഇങ്ങോട്ട് പറഞ്ഞു. അതിന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു, എടീ മോളെ, അത് കള്ളുകുടിയന്മാരുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. നിൻ്റെ മാമനോ യോഗ്യനാണോ? ഞാൻ കള്ളുടിക്കലില്ലേ? ഇവിടെ പ്രശ്നമാക്കലില്ലേ? ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? സ്മൂത്തായിട്ടാണോ കഴിയുന്നത്? എല്ലാ വീട്ടിലുണ്ടാവൂടി. അതൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് അങ്ങ് അനുസരിച്ച് പോകണം. എന്നാലാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയല്ല പോവുക. നീ ഇവിടെ വന്നതിനെ കൊണ്ടല്ല ഞാൻ പറയുന്നത്. നീ അത് തെറ്റിദ്ധരിക്കല്ല. അത് നല്ല സ്വഭാവമല്ല. ഓനെ തിരുത്താൻ നോക്ക്, നിനക്കത് കഴിയും എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു, ഇവനെ തിരുത്താനാണോ എൻ്റെ അമ്മയും അച്ഛനും എന്നെ പ്രസവിച്ച് വളർത്തിയത്? ഇവൻ നന്നായാലെന്താ, നന്നായിക്കില്ലെങ്കിൽ എന്താ? ഇവനും ഞാനുമായിട്ട് ഏതൊരു ബന്ധവുമില്ല എനിക്ക്. ഇനി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ് എന്ന് പൂർണിമ പറഞ്ഞു. അതിന് അച്ഛൻ പറഞ്ഞു, ഓനും നിനക്കും ബന്ധമില്ലെന്ന് പറഞ്ഞാൽ 2 മക്കളില്ലേ? ഐറ്റികളെന്ത് ചെയ്യും? ഓലോടും കൂടെ ചോദിക്കണ്ടേ, അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണോ ഇല്ല വേറെ വേറെ ജീവിക്കണോ എന്ന്? അപ്പോൾ ഓലല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു, കല്യാണം കഴിച്ച് ഓൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ 2 മക്കളെയും ഞാൻ കൊണ്ടുപോയതല്ല. ഓൻ്റെ കുട്ടികളല്ലേ, ഓനെടുത്തോട്ടെ, എനക്ക് വേണ്ട. ഞാൻ ജീവിച്ചോളും. എനിക്ക് കയ്യും കാലും ചട്ടയൊന്നല്ല, പണിയെടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് പൂർണിമ പറഞ്ഞു. എടീ മോളെ, നീ അങ്ങനെ പണിയെടുത്ത് കഴിയുന്നതാണെങ്കിൽ പിന്നെന്തിനാണ് നിനക്ക് കല്യാണം കഴിച്ച് വെക്കുന്നത്? ശരിയല്ല, വർത്താനം ഒട്ടും ശരിയല്ല എന്ന് അച്ഛൻ പറഞ്ഞു. നീ മാമൻ പറയുന്നത് കേൾക്ക്. ഈ ഒരു പ്രാവശ്യം മാമന് വേണ്ടിയിട്ട് നീ ക്ഷമിക്ക്. അയാൾ ഇനി കച്ചറ ഉണ്ടാക്കില്ല. അതിന് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. കച്ചറ അതും കടന്ന് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ മാമനൊരു കത്തയച്ചാൽ മതി. അടുത്ത നിമിഷം മാമൻ എൻ്റെ അവിടെ ഉണ്ടാവും ഞാൻ. അതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ നമുക്കപ്പം ചെയ്യാം. നീ ഇപ്പോൾ സമാധാനിക്ക്, കഴിഞ്ഞതങ്ങ് വിട്, ഒരുമിച്ച് ജീവിക്ക്. അല്ലെങ്കിൽ കുട്ടിയൊക്കെ വിഷമം ഉണ്ടാവില്ലേ? അച്ഛൻ ഒരു ഭാഗത്ത് അമ്മ ഒരു ഭാഗത്ത് നിന്നാൽ മര്യാദയ്ക്കുള്ള ഭക്ഷണം കിട്ടുമോ കുട്ടിയൊക്കെ? നീ കുട്ടിയല്ലല്ലേ ആലോചിക്കേണ്ടത്. ഓനെ വിട്, ഓൻ്റെ കാര്യം അങ്ങ് വിട്ടുകിടാ പോട്ടെ. മക്കൾ നീ നൊന്ത് പ്രസവിച്ച കുട്ടികളല്ലേ, പാപം ഉണ്ടാവില്ലത്. അമ്മ എങ്ങനെയാണോ ഇട്ടെറിഞ്ഞ് വരികയാണോ, ഇട്ടെറിഞ്ഞ് പോകുന്നതാണോ അമ്മ? അതാണോ ഒരു നല്ല അമ്മയ്ക്ക് ചേർച്ചയുള്ളത് എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, മാമ, ഞാൻ ആരെ ഇട്ട് എറിഞ്ഞ് വന്നതല്ല. എനിക്ക് സഹിക്കാൻ വയ്യ, ഒരുപാട് സഹിച്ച് അതിര് കടന്നു പോയ കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇങ്ങോട്ട് വരണ്ടേനു. ഞാൻ പിന്നെയും എൻ്റെ മനസ്സിൽ
മാമൻ എനിക്ക് വലിയ കാര്യമല്ലേ, എൻ്റെ അമ്മേൻ്റെ ആങ്ങളയല്ലേ നിങ്ങൾ, അമ്മേൻ്റെ സ്ഥാനമല്ലേ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഓൻ്റെ ഭാഗത്തല്ലേ പറയുന്നത്, എൻ്റെ ഭാഗത്തല്ലാരോ പറയുന്നത്. എനക്കല്ലാലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റോനല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ പൊട്ടിക്കരഞ്ഞ്. അന്നേരം എത്രയായാലും പെങ്ങളെ മോളല്ലേ, ഓൾ കരയുമ്പോൾ അച്ഛന് സങ്കടമായി. അന്നേരം അച്ഛൻ പറഞ്ഞ്, മോളെ നീ കരയണ്ട, നീ കരയാൻ വേണ്ടിയിട്ടല്ല മാമൻ പറഞ്ഞത്. നീ പെൺകുട്ടിയല്ലേ, ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ടതല്ല നീ അവിടെ വിട്ട് വേറ് പിരിഞ്ഞ് നീ നിന്നാൽ കാണുന്നപോലെ എന്ത് വിചാരിക്കും മോളെ. നീ മാമൻ്റെ വീട്ടിൽ നിന്നെ വരണ്ടെന്നല്ല പറഞ്ഞത്, നിനക്ക് എല്ലാ അവകാശമുണ്ട്, നീക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഈ വാതിൽ നിനക്കായിട്ട് തുറന്നിട്ടുണ്ടാവും. നീ അതിനെപ്പറ്റി വിചാരിക്കണ്ട. നീ വന്നതിനെ കൊണ്ടല്ല ഞാൻ മാമൻ പറയുന്നത്, ഞാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്ക്. നിൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് നീ വന്നിരിക്കുന്നത്, അങ്ങനെ പാടില്ല എന്നാണ് മാമൻ പറയുന്നത്. നീ ഇപ്പം പോയിട്ട് രണ്ടാളും കച്ചറയൊന്നും ഉണ്ടാക്കാണ്ട് പണിക്ക് പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എന്നിട്ട് നീയും നിൻ്റെ ഭർത്താവും മക്കളും എല്ലാവരും കൂടി വാ. എനിക്ക് എത്ര കാലം വേണമെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം മാമൻ്റെ വീട്ടിൽ. ആരും നിന്നെ നിൽക്കുന്നൊന്നും പറയില്ല, നിൻ്റെ ഇഷ്ടം എന്ന് അച്ഛൻ പറഞ്ഞ്. അന്നേരം ഓള് കരയല്ലേ, ഓള് കരഞ്ഞുകൊണ്ട് പറഞ്ഞേ, ഇല്ല ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല, ഞാൻ അറിയാണ്ട് വന്നു പോയി, അതുകൊണ്ടാണ് ഇതെല്ലാം കേൾക്കേണ്ട വന്നത് എന്ന് ഓൾ അങ്ങോട്ട് പറഞ്ഞു. അതിനച്ഛൻ പറഞ്ഞ്, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എന്തെന്നാ പറഞ്ഞത്, നിന്നെ ചീത്ത പറഞ്ഞാ, അടിച്ചാ? അല്ലല്ലോ, നിനക്ക് നല്ല ഉപദേശമല്ലേ ഞാൻ പറഞ്ഞേക്കുള്ളൂ. അത് പറയുമ്പോഴത്തേക്ക് നിനക്ക് സഹിക്കാനാവുന്നില്ലേ? ഇത്രയും കരയേണ്ട ആവശ്യമുണ്ടാ? നിൻ്റെ കെട്ടിയവൻ അത്രയും അടിച്ച് തല്ലി കുത്തി എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെയാണോ മാമൻ നിന്നെ ചെയ്തത്? അല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ കാര്യം മനസ്സിലാക്കാണ്ട് നീ ഇങ്ങനെ കരഞ്ഞാലോ എന്ന് അച്ഛൻ പറഞ്ഞ്. അതിന് ഓൾ ഒന്നും പറയാണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മറ്റൊരുത്തി ഉണ്ടല്ലേ ഓളെ കൂടെ, ഓളും ചുടിച്ചിട്ട് വന്നതല്ലേ. അന്നേരം ഓള് മിണ്ടാത്തപ്പം അച്ഛൻ പറഞ്ഞ്, ശരി നീ മിണ്ടണ്ട, ഞാൻ ഇതിനൊരു തീരുമാനം എടുത്തിരിക്കും, അത് നീ അനുസരിക്കണം. നീ എന്നെ വെറുത്താലും വായിക്കില്ല, ചൊടിച്ചാലും ഒന്നുമില്ല, കുഴപ്പമില്ല. എന്നെ ഒരു വില്ലനായിട്ട് നീ കണ്ടാലും സാരമില്ല. കാരണം നീ നല്ലോണം ജീവിച്ചാൽ മതി, കുടുംബമായിട്ട് എൻ്റെ ഭർത്താവും മക്കളോട് നീ സന്തോഷമായിട്ട് നിന്നാൽ മതി, അത് കേട്ടാൽ മതി എനിക്ക്. അല്ലാണ്ട് നീ എന്നെ വില്ലനാക്കിയാലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഓളെ ഭർത്താവിനെയും കൂട്ടിയിട്ട് അച്ഛൻ പുറത്തേക്ക് പോയിട്ട് ഓളെ ഭർത്താവിന് ഡ്രസ്സ്, ഓക്ക് സാരിയും ഓളെ മക്കൾക്ക് ഡ്രസ്സും എല്ലാം അച്ഛൻ കൊണ്ടുവന്നിട്ട് കുറേ കവറുകളുണ്ട് കയ്യിൽ, 2-3 കവറുണ്ട്. ഓളെടുത്തത് കൊടുത്ത്, പൂർണിമേ എന്നാ എന്ന് പറഞ്ഞ്. എന്താന്ന് ചോദിച്ച്, പിടിക്കടി എന്ന് പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞ്, മാമൻ്റെ അടുത്ത് നിനക്കൊക്കെ ഒരുപാട് ചെയ്യണം എന്നുള്ള മനസ്സുണ്ട്, പക്ഷേ അത്ര കഴിവില്ല. തൽക്കാലം നീ ഇതിനെ കൊണ്ട് പൊരുത്തപ്പെട്, ഇത് വെച്ചോ. നീ ഇപ്പോൾ വണ്ടിയുണ്ട്, ഓൻ്റെ കൂടെ സന്തോഷമായിട്ട് നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഓനും അച്ഛൻ അങ്ങോട്ട് ഉപദേശിച്ച്, ഇനി കൊണ്ടുപോയിട്ട് കുട്ടീനെ അടിക്കുകയോ തല്ലോ മുഖറ്റോളം കുടിച്ചിട്ട് വന്ന് വീട്ടിലുള്ള പെണ്ണുങ്ങളെ അടിച്ച് തമർത്തിയ ആൾ എല്ലാ സമയം കാലിൻ്റെ ചോട്ടിൽ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അവர்களுം മനുഷ്യന്മാരല്ലേ, അപ്പോൾ ഓർക്ക് വെറുപ്പ് പിടിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് വരും. അതുകൊണ്ട് നീയും കുറച്ച് അടങ്ങി ഒതുങ്ങിയിട്ട്
ആവശ്യത്തിന് മദ്യപിക്കുക, ആവശ്യത്തിന് വേണ്ടിയത് ചെയ്യുക. അല്ലാണ്ട് ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ വീണ്ടും വീണ്ടും കച്ചറ ഉണ്ടാക്കരുത്. 2 കുട്ടികളുണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കണം. എനിക്ക് തോന്നിയത് നീയും ഓക്ക് തോന്നിയത് ഓളും പറഞ്ഞിട്ട് കച്ചറയാക്കി കഴിഞ്ഞാൽ കുടുംബം അങ്ങ് നശിച്ചു പോവും. കുട്ടികൾ വെറുതെ ഒന്നുമില്ലാണ്ടായിപ്പോവും. നിന്നെ കണ്ടിട്ടാണ് നിൻ്റെ മക്കൾ വളരുക. പെൺകുട്ടികളല്ല, ആൺകുട്ടികളാണ്. അപ്പം നീ കള്ളും കുടിച്ച് വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ മക്കൾ അത് തന്നെ ആവർത്തിക്കും. അത് നീ മനസ്സിലാക്കണം. മാരിമുത്തു, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഓനോട് ചോദിച്ച്. ഓനതിന് മറുപടി പറഞ്ഞ്, ആപ്പാ നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓളടുത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും ഓക്ക് ഷിണ്ടി കൂടുതലാണ്. എന്നോട് ഷിണ്ടി ഓള് കാണിച്ചോട്ടെ, ഞാൻ ഓക്ക് താലി കെട്ടിയതല്ലേ. എൻ്റെ അമ്പതിനോട് ഓൾ അങ്ങനെയാണ് കാട്ടുന്നത്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.